ഹായ് എല്ലാവർക്കും റോബോസിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന നമ്മുടെ റെയിൽവേയുടെ ALPയുടെ CB21 റിസൾട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഒരുപാട് നാളായി കാത്തിരിക്കുക CB21 റിസൾട്ട്. ഓൾറെഡി CB22ന്റെ എക്സാം ഡേറ്റുകൾ വരികയും ചെയ്തു അല്ലെ. നമുക്ക് നോക്കാം എത്ര മാർക്കുകളൊക്കെയാണ് ജയിച്ചേക്കാം. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്നറിയാം. പല പല ഉദ്യോഗസ്ഥരും ചോദിക്കാറുണ്ട് എത്ര കട്ട് ഓഫ് വരും, ഞാൻ പഠിച്ചു തുടങ്ങണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, അതിനൊക്കെ എല്ലാം നമുക്ക് ഉത്തരം വന്നിരിക്കുകയാണ്. നമ്മളെ CB21 റിസൾട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ALP ട്രിവാൻഡ്രത്ത് റിസൾട്ട് വരുമ്പോൾ ട്രിവാൻഡ്രത്ത് ഓപ്പൺ കാറ്റഗറിയുടെ എത്രയാ 48.93 കട്ട് ഓഫ് വന്നിട്ടുണ്ടാവും കേട്ടോ. ജനറലുകാർക്ക് എത്രയാ 48.93 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അവിടെ SC-ക്കാർക്ക് എത്രയാ 30.06, ST-ക്കാർക്ക് 31.49, അതുപോലെ OBC-ക്കാർക്ക് 48.9 എന്ത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ EWS-ന് 40.09 കട്ട് ഓഫ്. അതായത് ട്രിവാൻഡ്രത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ജനറൽ എത്ര വന്നേക്കുന്നത് 48.9 കട്ട് ഓഫ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇട്ടുണ്ട്, ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇത് ALP റിസൾട്ട് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പല ഉദ്യോഗത്തിലും പറഞ്ഞു. നിങ്ങൾ 50 കൂടുതലൊക്കെ പഠിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ പഠിച്ചു തുടങ്ങാന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കട്ട് ഓഫ് എത്രയാണ് 50 താഴെ വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് ഉദ്യോഗസ്ഥരാണ് ട്രിവാൻഡ്രം വെച്ചേക്കുന്നത്, അതുപോലെ ചെന്നൈ വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെന്നൈയോട് ഞാൻ പറയാം, ചെന്നൈയുടെ കട്ട് ഓഫ് ചെന്നൈയുടെ 49.51 ജനറൽ കട്ട് ഓഫ് വന്നേക്കുന്നത്. അത് SC ആണെങ്കിൽ 34.4, പിന്നെ ST ആണെങ്കിൽ 25.07, OBC ആണെങ്കിൽ 39 എത്രയാണ് 3 കട്ട് ഓഫ്, EWS ആണെങ്കിൽ എത്രയാണ് 40. ഇവിടെ നോക്കിയാൽ ചെന്നൈയിൽ വന്നപ്പോൾ OBC കട്ട് ഓഫ് കുറഞ്ഞു അല്ലെ. നമ്മളെ എന്താണ് ട്രിവാൻഡ്രത്ത് OBC കട്ട് ഓഫ് എത്രയാണ് 48.9 വന്നേക്കുന്നത്. ചെന്നൈയിലായപ്പോ എത്രയാണ് 39.7. ചെന്നൈ റീജിയനിൽ വെച്ച OBC-കാർക്ക് എന്താണ് സാധ്യത കൂടി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് എപ്പോഴും നിങ്ങൾ ഓപ്ഷൻസ് വെക്കുമ്പോഴാണ് നമ്മുടെ ഏത് RRB വെക്കണം അതിനെ നിർണ്ണയിച്ചിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ല റാങ്ക് ലിസ്റ്റ് എത്തുകയും അതുപോലെ ജോലി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ കട്ട് ഓഫ് ഞാൻ പറയും, ഞാനിപ്പോ വെച്ചേക്കുന്നത് വെച്ചാൽ നമ്മൾ മലയാളികൾ കൂടുതലും അപ്ലൈ ചെയ്യുന്നതൊക്കെയാണ് ട്രിവാൻഡ്രം, അതുപോലെ എന്താണ് ചെന്നൈ. ഞാൻ മുംബൈയിലൊക്കെ 57 കട്ട് ഓഫ് വന്നേക്കുന്നത്. മുംബൈ റീജിയൻ 51, സിലിഗുരിക്ക് 62 കട്ട് ഓഫ് വന്നേക്കുന്നത്. അപ്പൊ റീജിയൻ അനുസരിച്ചിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചോ നിങ്ങൾ എല്ലാവരും ഞെക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ചെന്നൈയിലെ ട്രിവാൻഡ്രം പറഞ്ഞിട്ടോ. അപ്പൊ പറഞ്ഞില്ല, ഇനി നമുക്ക് വളരെ കുറച്ചിട്ട് 19-20 എക്സാം നടക്കുക അല്ലെ. 20 ദിവസത്തിനടുത്ത് നമുക്ക് ഇനി ടൈമുള്ളൂ പഠിക്കാനായിട്ട്. അപ്പൊ ഇനി പഠിക്കാത്തവരെ എനിക്ക് പഠിക്കാൻ അറിയാനുള്ളത്, പഠിച്ചു തുടങ്ങാത്തവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു ഇനിയല്ല. ഈ എക്സാം CB21 ക്രാക്ക് ചെയ്തവര് CB22 കൊണ്ട് വെറുതെ കളയരുതെന്ന് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു അവസരമാണ്. ഈ ഇനിയുള്ള ഒരു 20 ദിവസം, ഒരു 3 ആഴ്ച ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ടൈം ആണെന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ മനസ്സിലാക്കി എങ്ങനെ പഠിക്കണം അല്ലെ. പല ഉദ്യോഗസ്ഥരും ചോദിക്കണം CB21 സിലബസ് പറയുകയാണെങ്കിൽ പറയാം, CB22 എത്രയായിരിക്കും? 2 പേപ്പർ ഉണ്ട് CB22. പാർട്ടി A ഉണ്ട്, പാർട്ടി B ഉണ്ട്. പാർട്ടി ബി ഒരു നോൺ ടേക്കിംഗ് പേപ്പർ എല്ലാവർക്കും 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 90 മിനിറ്റ് ടൈം. ഇതിനനുസരിച്ച് മെറിറ്റ് വരുന്നത് കേട്ടോ. ആ പാർട്ടി ബി എത്രയാണ് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 60 മിനിറ്റ് ടൈം വരുന്നത്. പാർട്ടി ബി ജസ്റ്റ് ഒരു ക്വാളിഫൈഡ് നേച്ചർ മാത്രമേ ഉള്ളൂ. അത് നോൺ ടെക്നിക്കൽ പേപ്പർ, ടെക്നിക്കൽ പേപ്പറാണ്. ഇത് നോൺ ടെക്നിക്കൽ പേപ്പർ കേട്ടോ. അപ്പൊ ടെക്നിക്കൽ പേപ്പർ പറയുമ്പോൾ ഈ പല ഉദ്യോഗാർത്ഥികൾക്കും അതിനെക്കുറിച്ച് നോളജ് ഇല്ല. എല്ലാവരും ടെക്നിക്കൽ പേപ്പർ പഠിക്കാൻ ശ്രമിക്കും ഈ സമയത്ത് അല്ലെ. എല്ലാ ഉദ്യോഗാർത്ഥികളും എന്തായിരിക്കും ടെക്നിക്കൽ പേപ്പറിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും ഈ നോൺ ടെക്നിക്കൽ പേപ്പറിലായും. കാരണം നിങ്ങൾ മെറിറ്റിൽ വരുന്നത്, നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പേപ്പറിന് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുള്ളൂ. ഈ ജസ്റ്റ് ഒരു ക്വാളിഫൈഡ് നേച്ചർ മാത്രമാണ്. 35% മാർക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പർ നിങ്ങൾക്ക് എന്താണ് വാല്യുവേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ മാർക്കൊന്നും നോക്കത്തില്ല. ഇപ്പൊ 35 നോക്കിയാലും 50 കിട്ടി, 50% വരും. ഇപ്പൊ ഫുൾ മാർക്ക് കിട്ടിയെന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ഇതിന് ഏതായാലും മാർക്ക് കൂടി ഇട്ടേക്കണത് അവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ കയറുക. അപ്പൊ ഇതിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല ഞാൻ പറയണത്. ഇമ്പോർട്ടൻസ് ഉണ്ട്, 30% മാർക്ക് വാങ്ങണം. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എവിടെയാണ്, പേപ്പർ പറഞ്ഞില്ല, പാർട്ടി അയക്കാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിന് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് ചെയ്തല്ലോ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നല്ലൊരു അവസരമാണ് ALP എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ. അസിസ്റ്റന്റ് ലോക്കപ്പ് നല്ല റെയിൽവേ നല്ലൊരു ജോബാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ പാർട്ടി ആയി നമുക്ക് മാത്സ് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മാത്സിന്റെ ടോപ്പിക്. മാത്സ് നമുക്ക് സിലബസ് ഇത്ര സിലബസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ എന്താണ് ബാക്ക് കഴിഞ്ഞ റീസണിംഗ് പറയുന്നുണ്ട്, റീസണിംഗ് ടോപ്പിക്സ് ഉണ്ട്, റീസണിംഗ് ടോപ്പിക്സ് സിലബസ് ഇതൊക്കെ വരുന്നത്. അതുപോലെ എക്സ്ട്രാ പഠിക്കേണ്ടതാണ്. നമുക്ക് GK പഠിക്കേണ്ട ആവശ്യം. നമുക്ക് പറഞ്ഞ ബേസിക് എഞ്ചിനീയറിംഗ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ വരുന്നതൊക്കെ ഡ്രോയിങ്സ് വരുന്നത്, പിന്നെ എന്താ പറയുന്നത് യൂണിറ്റ്സ് വരുന്നത്, മെഷർമെന്റ്സ് വരുന്നത്, മാസ് വെയിറ്റ് വരുന്നത്, വർക്ക് പവർ എനർജി വരുന്നുണ്ട്, സ്പീഡ് ആൻഡ് വെലോസിറ്റി വരുന്നുണ്ട്, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ബേസിക് ഇലക്ട്രിസിറ്റി, ഇവറേജ്, പിന്നെ ഇതൊക്കെയാണ് അതിന്റെ സിലബസ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ 3 ടോപ്പിക്കിലാണ് നമുക്ക് പറയുന്നത്. ഈ 3 ടോപ്പിക്കുകളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്താ റാങ്ക് ലിസ്റ്റിലാക്കുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക ഈ 3 ടോപ്പിക്കും.
നമ്മളെ മാത്സ് റീസണിങ് നമ്മൾ ഓൾറെഡി CBT 1 പഠിച്ചു. പക്ഷെ അത് പോരാ, CBT 2 എന്താണ് കുറച്ച് അഡ്വാൻസ് ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് CBT 2 വരുള്ളൂ. അപ്പൊ അത് വേണം, അത് ഫോക്കസ് ചെയ്യണം നിങ്ങൾ പഠിക്കാനായിട്ട്. പിന്നെ എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് ആണ് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് PVQ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ PVQ ക്വസ്റ്റ്യൻസ് പഠിക്കുക. PVQ ക്വസ്റ്റ്യൻസ് ആണ് പല വർഷം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത CBT 2 പേപ്പർ 2 ആണ്. പേപ്പർ 2 വരുമ്പോൾ ഞാൻ പറയല്ലോ, ഇത് ഓരോ ട്രേഡിനും ഓരോ രീതിയിലാണ് വന്നിട്ട് അല്ലെ. നമുക്ക് പറയുക ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് അവരുടെ സിലബസ് ഉണ്ട്. അവർ എന്താണ് ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ മെക്കാനിക്കൽ ഉണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ സിലബസ് വെച്ച് നിങ്ങൾ പറയല്ലോ, ഇത് നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നിങ്ങൾ 35% മാർക്കിന് വേണ്ടി മാത്രം പഠിക്കുകയാണെന്ന് ഞാൻ പറയാം. അല്ലാതെ വൈഡായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, റോംബസ് നിങ്ങൾ പഠിക്കുന്ന ഇപ്പൊ നിങ്ങൾക്ക് പറയാം, ഈ ഒരു പേപ്പറിലാണെങ്കിൽ ഈ ഒരു സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ അതിന് നമുക്ക് PVQ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ എടുക്കുന്നത്. അതായത് നിങ്ങളുടെ ക്ലാസ്സിലോ അതിന്റെ ഒപ്പം തന്നെ PVQ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടോപ്പിക്സ് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതൊക്കെ നിങ്ങൾ എന്താണ് നമുക്ക് ജനറൽ ടോപ്പിക്സിലല്ല വരുന്നത്. അപ്പൊ ഇത് നമുക്ക് SSC എക്സാംസ് ചോദിച്ചു കഴിഞ്ഞാൽ PSC SSC അതുപോലെ റെയിൽവേ എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. ഇനി അത് തന്നെ നമ്മൾ എന്താണ് ഈ CBT 2 പേപ്പർ വന്നാ CBT 2 ഞങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്നില്ല. ഞാൻ ഓൾറെഡി പറയാണ്, നമുക്ക് ഇനി CBT 2 ഈ പേപ്പർ 2 ക്ലാസ്സിൽ ഇല്ല. കാരണം ഇനി എടുത്ത തീരത്തില്ല, ബാക്കി 20 ദിവസത്തിൽ. അപ്പൊ ഇതിന്റെ നോട്ട്സും അതുപോലെ എന്താണ് CBT 2 വരുന്ന പേപ്പർ 2 നോട്ട്സും PVQ ക്വസ്റ്റ്യൻസും അത് മാത്രം പഠിച്ചാൽ മതി മക്കളെ. നിങ്ങൾ ഞങ്ങളുടെ നോട്ട്സും PVQ ക്വസ്റ്റ്യൻസും മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 35% കൂടുതൽ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഞാൻ ഉറപ്പ് നൽകുന്നു കേട്ടോ. അപ്പൊ അത് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റോംബസ് പുതിയൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രാഷ് ബാച്ച് ഉണ്ട്. 20 ദിവസം കൊണ്ട് നിങ്ങൾ എന്തായിരിക്കും CBT 2 പാസ്സാക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, ഉയർന്ന റാങ്ക് ലിസ്റ്റ് എത്തിക്കും. വെറുതെ പാസ്സാക്കിയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉയർന്നെത്തിയാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്താണ്, ജോലി മേടിക്കുക എന്നുള്ള മാത്രമാണ് കേട്ടോ. അപ്പൊ ഈ ബാച്ച് പറഞ്ഞ എക്സാം ബോർഡ് ക്ലാസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറയാം, എക്സാം അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ചെയ്യുകയുള്ളൂ ഈ ബാച്ച് ചെയ്തത്. കാരണം ഇനി സമയമില്ല. ഇനി അതുപോലെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഇനി പഠിച്ചിരിക്കേണ്ട മെയിൻ സാധനം എന്താണ്, ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്. അതാണ് പഠിപ്പിക്കുന്നത്. പിന്നെ കാൽക്കുലേഷൻ ട്രിക്സ് ഉണ്ട്, പിന്നെ എക്സ്പീരിയൻസ് ആക്ടിവിറ്റി ക്ലാസ് എടുക്കണം, പിന്നെ സ്റ്റഡി മെറ്റീരിയൽ. ഞാൻ പറഞ്ഞ ഈ ബാച്ച് പ്രത്യേക സ്റ്റഡി മെറ്റീരിയൽ. നിങ്ങൾ ഈ സ്റ്റഡി മെറ്റീരിയൽ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം കളക്കുക. കാരണം ഓരോ ടോപ്പിക് കഴിയുമ്പോൾ അതിന്റെ PVQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ PVQ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ എന്താ റെഫർ പഠിക്കുക. പേപ്പർ 2 ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. പേപ്പർ 2 ഒരു ക്ലാസ് പോലും നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല. പേപ്പർ 2 ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സും തരുന്നതായിരിക്കും, PVQ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാംസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യാം, 35% മാർക്ക് എടുക്കാൻ സാധിക്കും. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പേപ്പർ 1 ആണ്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പേപ്പർ 1 കാരണം ഞങ്ങൾക്കറിയാം എന്താണ് പേപ്പർ 1 ഫോക്കസ് ചെയ്യാൻ മാത്രമേ നിങ്ങളെ റാങ്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഉയർന്ന റാങ്ക് ലിസ്റ്റ്, ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് എത്തിക്കുക. അതിനുവേണ്ടിയായിരിക്കും നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ 20 ദിവസമാണ്. 20 ദിവസം പഠിക്കാൻ തയ്യാറ്. ഞാൻ പറഞ്ഞു 20 ദിവസം 10 hours പഠിക്കാൻ സമയമല്ല ഉള്ള ഒരാൾ മാത്രമേ ഈ ജോലിക്ക് ഈ ബാച്ച് ജോയിൻ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് വെറുതെ പോകുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബാച്ചിന് ഞാൻ പറഞ്ഞത് ക്രാഷ് കോഴ്സ് CBT 2 വരുന്നത് കേട്ടോ. March 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. കോഴ്സ് ഫീസ് 4,999 കോഴ്സ് ഫീസ് വരുന്നത്. ഞാൻ പറഞ്ഞു ഈ ബാച്ച് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗത്തിൽ എന്തായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുന്ന ഞാൻ ഉറപ്പ് പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ 10 മണിക്കൂർ പഠിക്കാൻ റെഡി ആകണം. പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കൃത്യമായിട്ട് പഠിക്കുക, മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് എഴുതുക. ഞങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ എഴുതാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് സ്കോർ ആയിരിക്കും പറയുന്നത്. ആ പേപ്പർ 2 ഉണ്ടല്ലോ, പേപ്പർ 2 നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും ആ PVQ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. 30% മാർക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ എങ്ങനെ പഠിച്ചു ഫോക്കസ് പഠിച്ചാൽ മക്കളെ നമുക്കൊരു എക്സാംസ് ഈ വർഷം തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞു. ഈ വർഷത്തെ അവസ്ഥ നിങ്ങൾ കളയരുതും. ഇനി അടുത്തൊരു ALPക്ക് വേണ്ടി നോക്കിയിരിക്കണം. ഇത് നിങ്ങൾക്ക് തന്നെ ദൈവം തന്നെ ചാൻസ് ആണ്. നിങ്ങൾ CBT 1 ജയിപ്പിച്ചേക്കുന്നത്. ആ അവസരങ്ങൾ എല്ലാവരും വിനിയോഗിക്കുക. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗിക്കുക. അതിന് പിടിച്ച് കയറുക. ഒരു നല്ല ലൈഫ് സെറ്റ് ചെയ്തെടുക്കുക. CBT 2 ഞാൻ പറയുന്നത് ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല. ഈ എക്സാംസ് ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ പഠിച്ചോളൂ, നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യത്തില്ല. ഉയർന്ന റാങ്ക് ലിസ്റ്റ് എത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ലിസ്റ്റിൽ കയറി ഇരിക്കാൻ മാത്രമേ ജോലി കിട്ടത്തില്ല. അപ്പൊ ആദ്യത്തെ റാങ്കിൽ എത്താൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ് പഠിപ്പിക്കാൻ. ധൈര്യമായിട്ട് ഈ ബാച്ച് ജോയിൻ ചെയ്താണ്. March 1 വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ നമ്മൾ ബാച്ച് എടുക്കുന്നുള്ളൂ. ഞാൻ റോംബസ് ചെയ്യാൻ ഒരിക്കലും വലിച്ചു വാരി എടുക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് നോക്കാവുന്ന കുട്ടികളെ മാത്രമേ ഞങ്ങൾ ഈ ബാച്ച് എടുക്കുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളത് താഴെക്കാതെ നമ്മളായിട്ട് ബന്ധപ്പെടാം. അപ്പൊ ഇനിയുള്ള 20 ദിവസം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളും തയ്യാറാണെങ്കിൽ എന്തായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെക്കാതെ നമ്മളായിട്ട് ബന്ധപ്പെടാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മക്കളെ. എല്ലാ ജയിച്ച വിദ്യാർത്ഥികൾക്കും ഞാൻ വിജയാശംസ നേരുന്നു. അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻസ്. അതുപോലെ തന്നെ അടുത്ത എക്സാംസിന്റെ വിജയാശംസ നേരുന്നു. നല്ലപോലെ പഠിക്കുക CBT 2 ഓക്കെ, ബൈ. Download the Rhombus Learning app.